ഇപ്പോൾ ഒരു സംതൃപ്തനാണോ? സംതൃപ്തനാണ്. കാരണം നമ്മളെ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു എന്തെല്ലാം പണിയെടുക്കാതെ ഒരു പണിയില്ല. വാർപ്പതിയെ എല്ലാ സംഭവം ഉണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി വെച്ചാൽ പണ്ട് നമ്മൾ ഈ കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കലോത്സവം എല്ലാം മതിയാക്കണം. കുറേ 20 വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവം സമ്മാനം മേടിച്ചു കൊടുത്ത ഒരാളാണ്. 20 വർഷം. പക്ഷെ അത് ഗിന്നസിനായി. കാരണം ഇടയ്ക്ക് ചിലപ്പോൾ ഇല്ലാണ്ടൊക്കെ അയ്യോ അതെനിക്ക് കിട്ടിയിട്ട് അത് സബ്ബന്ന് പോയി അല്ല ജെല്ലി ഞാൻ പിടിക്കും. അത് കാരണം വേറെ എങ്കിലും ജെല്ലിയിൽ പോയിട്ട് പിടിച്ചിട്ട് അത് മേടിക്കും. അത് ഒരു അഭിമാനം പോലെ പൈസ ഒന്നും കിട്ടാനൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പലപ്പം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരം കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ സ്ഥിരം കിടക്കുന്ന നമ്മുടെ ഏരിയ ഉണ്ട്. അപ്പുറം നായയിലും ഉണ്ടാവും. എന്നാലാണ് കിടക്കുക. പൈസ അങ്ങനെ ഉണ്ടാവില്ല. ചെറിയ പൈസ സ്കൂളിൽ നിന്ന് തരുകയും ചെയ്തു. പക്ഷെ ഞാൻ അങ്ങനത്തെ എല്ലാം മതിയാക്കി. പിന്നെ എൻ്റെ ഭാര്യേൻ്റെ 10-20 സ്വർണം കട്ടുകൊണ്ടുപോയി ഒരു കള്ളൻ ഒരു ദിവസം. അപ്പൊ ഇനി വീട്ടിൽ നിന്ന് പറഞ്ഞു ഇനി പരിപാടി വേണ്ട, കല്യാണം കഴിച്ചു ഒരു കൊല്ലം കഴിഞ്ഞാൽ 20 പോകാൻ ഓളെ മൊത്തം സാധനം ഇനി ഇത് വീട്ടിൽ നിന്നും പറഞ്ഞു. ഓളെ വീട്ടിലും പ്രശ്നമായി. വേണ്ട കലവും പരിപാടിയൊന്നും വേണ്ട മതിയാക്കി പറഞ്ഞു. അപ്പൊ ഞാൻ മതിയാക്കാൻ പാസ്പോർട്ടാക്കി വെച്ചു. ഗൾഫിലേറ്റം പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കാലപ്പാ. അങ്ങനെ ഇനി നാടകവും പരിപാടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാസ്പോർട്ടാക്കി വെച്ചു. പുതിയ പാസ്പോർട്ടല്ലേ എല്ലാം ആക്കി വെച്ച്. അതിന് ഇവിടെ ആരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരും വേണ്ട, എന്തെങ്കിലും വേണ്ട. അങ്ങനെ അത് പിന്നെ വീണ്ടും ഞാൻ കലോത്സവം പെയിന്റിങ് സംഭാവന പോയി. അങ്ങനെ ഇപ്പോൾ 3 രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റി. കുവൈത്ത്, ദുബായ്, അല്ലെങ്കിൽ ഷാർജ, അങ്ങനെ പല. അത് വെച്ചാൽ ഈ കലാകാരൻ്റെ ഞാൻ ഇതും ഇഷ്ടമാണ്. ഉള്ളിൽ നിറയെ ഇഷ്ടപ്പെടും. ജീവിത സാഹചര്യങ്ങൾ പ്രശ്നമാണ് സാറേ. അങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ. കലാകാരൻ എന്ന് പറയുന്ന നാടകം പരിപാടി എന്നെല്ലാം പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ എൻ്റെ ചിരിക്കാത്ത ഒറ്റ ഫോട്ടോ ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ കനൽ കത്തി. ആ സത്യം. ഒറ്റ ഫോട്ടോ ചിരിക്കാത്ത ഫോട്ടോ ഇല്ല. എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ മതി. ആ ഉള്ളിൽ നീറുന്ന പ്രശ്നം കണ്ടാൽ ഞാൻ ചിരിച്ചിട്ടാണ് എപ്പോഴും പറയും. ഉണ്ണിക്ക് എപ്പോഴും ഹാപ്പി ആണല്ലേ. ഉണ്ണിൻ്റെ ഉള്ളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. വരിയാൾക്കൊരു നല്ല വീടായിട്ട് അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളില്ലേ. എല്ലാവർക്കും ഉണ്ടാവും. ഒരേ കലാകാരന്മാർക്ക് പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ വീണ്ടും ഒരു ഊർജ്ജം. നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ടെലിവിഷൻ രംഗത്തെ മികച്ച ഹാസ്യതാരത്തിന്റെ അവാർഡ്. അങ്ങനെ ഒരിക്കലും ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ടറാണോ എന്ന് ഞാൻ തന്നെ ചോദിക്കണ്ട. അമ്മ പറയില്ല നീ എന്നീ കളിക്കുന്നത്, നീ വീടിന്ന് പറഞ്ഞ പടി എന്നെ നീ ടി വിയിൽ അമ്മ മറിമായം കാണുമെന്ന് പറയാം. നീ എന്തൊക്കെ മാറ്റി വിടുക. നീ എന്നോട് പറയുന്നത് തന്നെ പറയണ്ട. അമ്മ ഇത്രേ വേണ്ടു. അത് അവാർഡ് കിട്ടാ നിനക്ക് അവാർഡ് വെച്ചു. അവാർഡ് സന്തോഷമല്ലേ വിട്ട് നിൽക്കുന്നതിന് അവാർഡ് എന്നോട്. ഞാൻ സ്റ്റേറ്റ് അവാർഡാണ്. ഞാൻ തിരുവനന്തപുരത്ത് വായിച്ച് വലിയ സന്തോഷം. അമ്മ കൊണ്ട് കൊടുത്തത് അമ്മ കൃഷിയെല്ലാം കൊടുത്ത പോരെ. അമ്മക്ക് ഇത് അവാർഡും പോരെ. മതി. നീ ഇപ്പൊ പണിക്ക് വലിയ ചുക്കല്. ഇപ്പൊ 2-3 സജീവമായിട്ട് ഇരുണ്ടാകുമ്പോ നീ പെയിന്റ് പണി എല്ലാം നിർത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഇതിന്റെ ഒപ്പം ചെയ്യും. പറ്റുന്നില്ല, അതുകൊണ്ടാണ് നിർത്തിയത്. അമ്മ ഇപ്പം എപ്പെങ്ങനെ മറിമായം കാണും. ഇഷ്ടാണ്. കാരണം നമ്മളെ കുഞ്ഞുനാളിലെ അല്ലെങ്കിൽ അമ്മയും അച്ഛനാണ് ഈ സിനിമക്കെല്ലാം കൊണ്ടുപോയി. സെക്കൻഡ് ഷോ ജയന്റെ നസീറിന്റെ എല്ലാം പടം കണ്ട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ഭയങ്കര സിനിമാ നടനാവെന്ന് വിചാരിച്ചിട്ടാ. ആയത് സന്തോഷമാണ്. കാരണം നമ്മളെ ഇപ്പം ഇനർ ബസ്സിൽ കിടക്കുമ്പോൾ നമ്മളെ TTR കൂട്ടിക്കൊണ്ടുപോയിട്ട് ആടെ ഇരുത്തും അതിൻ്റെ ഉള്ളിൽ. ആരെങ്കിലും അങ്ങനെ സംഭവം ഉണ്ടല്ലോ. അറിയാതെ മലയാളികൾ അറിയാലോ. മറിവാദത്തിലെല്ലാം കണ്ട ഉണ്ണീന എല്ലാവർക്കും അറിയാവുന്ന വലിയ സന്തോഷമല്ലേ ഇങ്ങനൊരു സ്പേസിൽ നിൽക്കാൻ പറ്റി എന്ന് പറയുന്നത്. ഇനി ഇന്ദ്രസേട്ടൻ നേരത്തെ പോലെ കണ്ടിന്യൂ ചെയ്യുക. സിനിമയായാലും നാടകമായാലും കലോത്സവമായാലും തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്തൊരു കലാകാരന് വലിയ 20 പോയിന്റ് തിരിച്ചു പിടിച്ചോ? ഏത് കട്ടോണ്ട് പോയി 20 പോയിന്റ് തിരിച്ചു പിടിച്ചോ? എല്ലാം ഇങ്ങനെ പോകും. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നേ. കള്ളനെ പിടിച്ചോ? കള്ളനെ പിടിക്കൂല. അത് ഒരിക്കലും കിട്ടൂല. ഒത്തിരി അധ്വാനത്തിന്റെ പണമായിരുന്നല്ലോ അല്ലേ. മലമായ സ്ഥിരമായിട്ട് ഒരു 4 ദിവസം 8 ദിവസം ഉണ്ട് മഴ മനോരമ. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബലം തന്നെയാണ്. കാരണം സിനിമ ഇല്ലെങ്കിൽ അത് 1 മാസം 8 ദിവസം ഉണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യം ഒന്നും കുഴപ്പമില്ലാണ്ട് പോകും. ചേട്ടാ അതിൻ്റെ ഒരു പൈസ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അത് നമ്മൾ ചേർത്ത് പിടിച്ച് വലിയൊരു അപകടം പറ്റിയാണ്. തെറിച്ച് വീണ് സ്പൈനൽ കോഡ് ഓപ്പറേഷൻ ചെയ്ത ആളാണ്. ജീവിതത്തിന്റെ മരണത്തിന് നൂൽപ്പാനത്തിടേണ്ടതാണ്. കാരണം 2 കൈയും വരാണ്ട് ഇങ്ങനെ കിടക്കുകയും 2 വർഷമായി. ഒരു ജയിലർ എന്ന് പറഞ്ഞ പടം ചെയ്തു, മലയാളം ജയിലർ. അത് ഓടിയില്ല. നല്ല പടമായിരുന്നു. ആ സമയത്ത് ഷൂട്ടിംഗ് ആയിട്ട് വരുമ്പോൾ നെട്ടൂരിന്ന് മാർക്കറ്റിന്ന് തെറിച്ചുപോയി. നാട്ടിലേക്ക് പോകേണ്ട 10 ദിവസം പഴയനെയായിരുന്നു ഷൂട്ട്. അങ്ങനെ ആരും കണ്ടില്ല. ആടെ കടന്നപ്പോൾ പിന്നെ ആരോ ഹിന്ദിക്കാരനൊക്കെ ആ ഭായി നേറ്റം പറയും മനസ്സിലായി. അവൾ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയും. എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ ആരോ വിളിച്ചുകൊണ്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. പിന്നെ അവർ പറഞ്ഞു കുറച്ച് പ്രശ്നമാണ്, കയ്യും കാലം കടക്കലിന്ന് ആ വീട്ടിൽ നിന്ന് ആൾ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് എൻ്റെ ഏച്ചി വന്ന് അപ്പോൾ ഉപ്പെല്ലോട്ട് കൊടുത്തിട്ട് ചെയ്തു. രക്ഷപ്പെടുന്നു ചോദിച്ചിട്ടാ. കാരണം വീട്ടിലെത്തിന് കിടന്നു 1 മാസം അനങ്ങൂല, കയ്യും കാലും വരാതെ ഒരാളായിട്ട് മാറി. അപ്പം തന്നെ ഭയങ്കര
ഒന്നുമില്ല, വട്ടപ്പൂജ. അതാണ് മനസ്സിലായത്. കലാകാരന് ഉണ്ടെങ്കിലേ ഇല്ലൂ അല്ലേ സംഭവം. ഒരു സംഘടന ഉണ്ടാവില്ല, സംഘടനയിലൊന്നും ഇല്ല, എന്നാലും വേറെ ഒന്നും ഇല്ല എന്നില്ല മനസ്സിലായി. ഭയങ്കര അവസ്ഥയായിരുന്നു അത്. പിന്നെ ഞാൻ കുറച്ച് മാറ്റം വന്നത്, ജീവിതത്തിൻ്റെ മാറ്റം വന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കടന്നു കഴിഞ്ഞാൽ കലാകാരൻ്റെ ഒരു അവസ്ഥ ഭയങ്കര, അന്ന് കാഴ്ചക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ സെൽഫി എടുക്കും, ഫോട്ടോ എടുക്കും, സംഭവം അടിപൊളി ആഘോഷം. കിടന്നു കഴിഞ്ഞാൽ തീർന്നാണ്. അപ്പം പിന്നെ ഭയങ്കര ബാങ്ക് ബാലൻസ് ഒക്കെ വേണം. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് പണിയൊന്നും എടുത്ത് ചെറിയൊരു പരിപാടി ചെയ്ത് പോകുന്നതല്ലേ. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം കാര്യങ്ങൾ എല്ലാം ഉഷാറായി മാറി. പെട്ടെന്ന് മാറ്റം വന്നു, ജീവിതത്തിലൊരു മാറ്റമായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, സിനിമ ഉണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സിനിമയിൽ തിയേറ്ററിൽ ഇറങ്ങാൻ വേണ്ടി ഒന്ന് പടമുണ്ട്. അല്ല, അത് തന്നെയാണ് ഭാഗ്യം. കൂടെ നിൽക്കുന്ന ഒരു അമ്മയുടെ ഒക്കെ പ്രാർത്ഥന ഇന്നും കൂടുതലുണ്ടാവും. എനിക്ക് ഇപ്പോഴും അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞാനും ഇന്ദ്രൻസേട്ടും ചിരിച്ചതല്ലേ. പിന്നെ അമ്മനെ സംബന്ധിച്ച് ഇതൊരു ജോലിയല്ലോ, അത് നമ്മളുണ്ട്, അതാണ് കഴിച്ചു കിടക്കാതെ പോയി പണിയെടുക്കുക. ആ ഒരു പാക്ക അമ്മയുടെ അല്ലേ. എനിക്ക് ഇന്ദ്രൻസേട്ടനും അമ്മയുമായിട്ട് ചേർന്ന് നിന്ന ഒരു മനുഷ്യൻ. നമുക്കറിയാലോ, ആ അമ്മയുടെ ഒരു സ്നേഹം കിട്ടുമ്പോഴാണ് നമ്മുടെ ഒരു വളർച്ച ഉണ്ടെന്ന്. അവരുടെ ഒരു പ്രാർത്ഥനയാണല്ലോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതും അല്ലെ. പ്രാർത്ഥന ഒരു മാറ്റമില്ലല്ലോ. ഓടി വന്ന് അമ്മേനെ പോയി കാണും. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ നിൽക്കും അമ്മ. അമ്മ തന്നെയാണ് എല്ലാം. ഇന്ദ്രൻസേട്ടനായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോ, സെറ്റിലൊക്കെ നിങ്ങൾ ഇരിക്കുമ്പോ കുറെ തമാശകളൊക്കെ പറയല്ലോ, എന്തെങ്കിലും ചോദിച്ചു മനസ്സിലാക്കുന്നു. ഇന്ദ്രൻസേട്ടനെ ഞാനല്ലേ, ഇന്ദ്രൻസേട്ടൻ എന്താ പറയണ്ടേ, അവിടെ അവൻ ബിസിയാ, അവന്റെ വീടടുത്തില്ല, സ്വന്തക്കാരൊക്കെ ഷോട്ട് ഏത് ധനം പറഞ്ഞ സിനിമയിൽ എനക്ക് വന്ന് ഞാൻ കണ്ട് തുടക്കം എൻ്റെ ഓർമ്മയിൽ ധനം മോഹൻലാലിന്റെ 30 വർഷമായിട്ടുണ്ടാവും. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിട്ടാ. കാരണം പിന്നെ എല്ലാം ഇന്ദ്രൻസേട്ടൻ നായകനായ പടം, അന്നേ പണ്ടേ നായകനായിട്ടുണ്ട് ഒരുപാട് പടത്തിൽ. സംഭവം തമാശ കോമഡിയാണ് ഉള്ളിൽ ഇന്ദ്രൻസേട്ടൻ ഉണ്ടെങ്കിൽ രസമാണ്. അങ്ങനെ കണ്ട് എപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് കണ്ടു, ഞാൻ എല്ലാവരും പരിചയപ്പെട്ടു. അപ്പം വായിക്കുന്നതായി പുസ്തകം. പിന്നെ ആ പടം റിലീസായില്ല, പിന്നെ മരിച്ചുപോയി അതിലൊരാൾ. ഒരു പിന്നെ കുറേ പോയി, 5-6 വർഷമായിട്ട്. അദ്ദേഹത്തെ നായകനാക്കിയിട്ടായിരുന്നു ആ പടം ചെയ്തത്. പിന്നെ ഇന്ദ്രൻസേട്ടൻ അതിൽ അഭിനയിച്ചിട്ടായിരുന്നു 5-6 കുടുംബം. അപ്പോൾ അന്ന് ഞാൻ അപ്പം പുസ്തകം അപ്പോൾ ഒരു കള്ളാസ് ആടുന്ന് എടുത്തിട്ടുണ്ട്, വായിക്കുന്നു. ഞാൻ അപ്പോൾ വായിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴും വായന ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഞാൻ പോയി പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ ഇരുന്നിടന്ന് ഇടിയിരിക്കും. അങ്ങനെ ഇരുന്ന് ഇന്ദ്രൻസേട്ടൻ ഓർമ്മ 6 കൊല്ലം ഇരുന്ന് നമ്മൾ സംസാരിച്ചു. പിന്നെ പല പടത്തിൽ അഭിനയിക്കാൻ പോയി. ഇപ്പം ഇതിൽ നമുക്ക് 10-20 ദിവസം ഒന്നിച്ചാ. നല്ല രസമായിരുന്നു, വളരെ രസമാണ്. നമ്മൾ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു, ഡേ ഷൂട്ടിനാണ്. ഈ ഓട്ടോറിക്ഷക്കാരനാണ് ഞാൻ, എനിക്കൊരു പ്രണയമെല്ലാം ഉണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇന്ദ്രൻസേട്ടൻ്റെ അടുത്ത് ഞാൻ ഓടിച്ചു. ഓട്ടോറിക്ഷ അറിയില്ല, എനിക്കൊരു പ്രണയമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ രീതിയാണ് പറഞ്ഞത്. ഈ ഓട്ടോറിക്ഷയിൽ കയറ്റിട്ട് ഓടിച്ചു ഞാൻ. എനക്കന്ന് ഓട്ടോറിക്ഷ അറിയില്ല, എങ്ങനെ പോയിന്ന് അറിയാം. ഞാൻ ഇന്ദ്രൻസേട്ടൻ എന്ന് പറഞ്ഞ താരമൂല്യ മനുഷ്യൻ, മുമ്പിൽ വലിയ ക്യാമറ, ലക്ഷങ്ങളിലെ ക്യാമറ, ഞാനാന്ന് വലിയ വരെയൊന്നും ഇല്ലാത്ത ആൾ. ഈ ഏച്ചിട്ട് ഞാൻ ഇന്ദ്രൻസേട്ടൻ ഓടിച്ചു. റോഡ് ഇല്ലേ, ലോറി പോകുന്നില്ലേ, ബസ് പോകുന്നു. കറക്റ്റ് അടിപൊളിയായിട്ട് ഡയറക്ടർ പറഞ്ഞു സൂപ്പറായി.